പല പ്ലാന്റുകളും ചെയ്തു എന്ന് വൈദ്യസെന്ന് പറഞ്ഞു. അപ്പം അതിൽ കുറേ കശുമാവ്, തെങ്ങ് ഇങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അതിൽ എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പറ്റിയിട്ടുണ്ട്. കശുമാവ് പ്ലാന്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 17 ഏക്കർ കാഷ്യൂ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് അല്ല, പ്ലാന്ററാണ് ഇപ്പോൾ പുള്ളി. അത് പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പല രംഗങ്ങളിലും മൂപ്പര് ചെയ്ത് ഈൽഡ് എടുത്തിട്ട് വിജയിച്ചിട്ടുണ്ട്. വിജയം കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അതാണ് വെറുതെ ഇരിക്കുക. ഒരു നേരം പോലും അദ്ദേഹം വെറുതെ ഇരിക്കുന്ന കണ്ടിട്ടില്ല. 3:30 മണിക്ക് എണീക്കും, വൈകുന്നേരം 5, 6, 9 മണി വരെ ജോലിയാണ്. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ജോലികൾ ആസൂത്രണം ചെയ്യാണ്. പിന്നെ കാരണം രാവിലെ 6 മണിക്ക് ജോലിക്കാർ വരും, പണിക്കാരുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഈ ഡിവിഷനായിട്ട് തിരിച്ച് വിടണ്ടേ ജോലികൾ കൊടുത്തിട്ട്. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ആയിരിക്കും. പൊന്നംകോടുന്ന് വഴിയൊന്നുമില്ല. നമുക്കിപ്പോൾ അന്ന് പറഞ്ഞല്ലോ, ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലാണിത് നിങ്ങളെല്ലാവരും അവിടെ പോയി താമസിച്ച് എന്നുള്ള പറയണ്ടല്ലോ. അപ്പം അന്ന് യാത്രയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണ് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അത് പൊന്നംകോട്ട് നിന്ന് കാരാകുർശി വരെ ആ റോഡ് പണിയിക്കുന്നത് അന്ന് ഉള്ള ഒരു ചരിത്രം റോഡ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞുതരാം. അത് പറയാം. അത് റോഡില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വഴിക്ക് എങ്ങനെ വെട്ടണം, എവിടുന്ന് വന്നാലാണ് വരിക എന്നുള്ളത് ചിന്തിച്ച് അവസാനം അത് കണ്ടുപിടിച്ചു. പൊന്നംകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെട്ടിയാൽ അങ്ങനെ കാരാകുർശി ഹൈസ്കൂൾ വഴിക്ക് കൊണ്ടുപോകാം എന്നുള്ളത് അവർ സർവേ ചെയ്ത് മനസ്സിലാക്കി. എന്നിട്ട് അവിടുത്തെ ആൾക്കാരും കുറേ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പാടെ വന്ന് ഇങ്ങനെ രാവുണ്ണിയാദിനെ സമീപിക്കുകയാണ്. ഇങ്ങനെ നമുക്കൊരു ഉദ്ദേശമുണ്ട്, അതിനൊന്ന് എന്താ വേണ്ടത്. അവർ ആലോചിച്ച് തീരുമാനിച്ചു. അവിടുന്ന് വെട്ടാൻ തീരുമാനിച്ചു. പിന്നെ അങ്ങോട്ട് ഇറങ്ങുകയാണ് റോഡിലേക്ക്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഈ റോഡ് വെട്ടുമ്പോൾ എവിടുന്ന് എൻട്രൻസ് എന്ന്, ആര് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അവിടെയൊക്കെ തർക്കങ്ങളുണ്ടായി. അപ്പോഴാണ് ഈ രാവുണ്ണിയാദിയാരുടെ ആവശ്യം അവർക്ക് വേണ്ടി വന്നത്. അപ്പോൾ മൂപ്പര് വരുമ്പോൾ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അതുകൊണ്ടാണ് അയാൾ വന്ന് മുന്നിട്ട് ഇറങ്ങിയത്. എന്നിട്ട് കുറ്റി അടിച്ചിട്ട് എല്ലാ വീട്ടുകാരും പുള്ളി നിന്നിട്ടാണ് കുറ്റി അടിപ്പിച്ച് വഴിക്ക് സ്ഥലങ്ങൾ മൂപ്പര് വന്ന് നിന്നിട്ടാണ് പറഞ്ഞത്, ഇവിടെ അടിക്കാൻ നീങ്ങ് പറഞ്ഞാൽ പിന്നെ ആരും ഒന്നും മുണ്ടില്ല. അതുകൊണ്ട് അങ്ങനെയാണ് അത് സ്കൂൾ വരെ ആ റോഡ് ഉണ്ടായത്. ഫസ്റ്റിൽ റോഡ് അങ്ങനെ ഉണ്ടായി. ആ റോഡ് അങ്ങനെയാണ് ഒരു റോഡ് അവിടേക്ക് കാരാകുർശിക്ക് ഉണ്ടാകുന്നത്. റോഡ് മാത്രമല്ല, പിന്നെ പുള്ളി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു LP സ്കൂൾ ഉണ്ടാക്കി അവിടെ. അത് ഈ സ്കൂൾ അങ്ങനെയാണ് സ്കൂൾ മുക്കട്ടാന്ന് പറയാൻ കാരണം, അങ്ങനെ പേര് വരാൻ കാരണം. ചെറിയൊരു സ്കൂൾ, LP സ്കൂള്. കുട്ടി വിദ്യാഭ്യാസത്തിന് യാതൊരു വഴിയില്ല അവിടെ. ഇയാൾക്കും വിദ്യാഭ്യാസം കിട്ടിയില്ല. പുള്ളി അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാക്കി അവിടെ. സ്കൂൾ ഉണ്ടാക്കി അങ്ങനെയാണ് കുട്ടികൾക്ക് അവിടെ വിദ്യാഭ്യാസം കൊടുത്തത് ആ സ്ഥലത്ത്. ആദ്യം അങ്ങനെ ഉണ്ടാവുന്നത്. അത്രയൊക്കെ സമയം മൂപ്പർക്ക് തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഇതിനൊക്കെ. ഇനിയും സന്ദർഭങ്ങളുണ്ടായിരുന്നു, പക്ഷെ സമയം മൂപ്പർക്ക് ഇല്ല, തികയാതെ വന്നു. അധികാരി നോക്കണം, ഇത് നോക്കണം, മറ്റു ഇത്രയും വസ്തുവകകളുണ്ട്, അവിടെ ചുമതല നോക്കണം. അപ്പം അദ്ദേഹത്തിനെ സമ്മതിക്കണം. കാരണം എന്താ വെച്ചാൽ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇല്ലാത്ത ആ മനുഷ്യൻ ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി പറയുമ്പോൾ നമുക്കത് വലിയൊരു അഭിമാനം തന്നെയാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടമാണല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛനാണല്ലോ അല്ലേ, പിന്നെ അധികാരിയായിട്ട് വരുന്നു അല്ലേ? അതെങ്ങനെയാ? അത് ഇയാൾക്ക് കുറച്ച് നടക്കാൻ വയ്യാത്ത ഒരു സുഖമില്ലാതെ നടന്നെത്തില്ല. അപ്പോൾ മൂപ്പര് അതൊന്ന് പിൻവലിയാണ്. അധികാരി വർക്ക് സഹായിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നെ അവർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ആലോചിച്ചപ്പോൾ പിന്നെ അച്ഛൻ്റെ അടുത്ത് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ മൂപ്പരാണ് വീണ്ടും അയാളാണ് തിരഞ്ഞെടുത്തത്. അനുജനാണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് അങ്ങനെയാണ് അച്ഛൻ അധികാരിയായിട്ട് വരുന്നത്. ജനിച്ചു വളർന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ. അപ്പൊ എവിടെയായിരുന്നു ഞാൻ അതുപോലെ വിദ്യാഭ്യാസം? അതെ. അതൊക്കെ അതെങ്ങനെയാണ് അവിടെ കാരാകുർശിയിലല്ലാതെ പാലക്കാട് എവിടെയെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെപ്പറ്റി ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അവിടെ മധുഘട്ടൻ്റെ അമ്മ 18ാം ഘട്ടം പറഞ്ഞൊരു ഫാമിലിയാണ് അമ്മ. 18ാം ഘട്ടത്തിൽ ഗോപാലവൈദ്യരുടെ മകളാണ് അമ്മ. അപ്പോൾ ഈ ഗോപാലവൈദ്യരുടെ വൈദ്യശാലയാണ് GB റോഡിൽ, സുൽത്താൻപട്ട GB റോഡിൽ ഗോപാലവൈദ്യരുടെ വൈദ്യശാല ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ജനനം തന്നെ 1937. അതിന് മുമ്പ് തന്നെ
ശരി. അതിന് മുമ്പ് തന്നെ ഈ വീട് അവിടെ മുമ്പിലുണ്ടാക്കി വൈദ്യശാല ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട്. അപ്പോൾ ഞാൻ ഇവിടെയാണ് ജനിക്കുന്നത്, നമ്മുടെ വീട്ടിൽ ഈ വൈദ്യശാലയിലാണ്. വൈദ്യശാല പറഞ്ഞ വീടോട് കൂടിയിട്ടുള്ള വൈദ്യശാല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവിടെയാണ് എൻ്റെ ജനനം. വിദ്യാഭ്യാസം ഇവിടെ VVP സ്കൂൾ, ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുൻപിലുള്ള VVP സ്കൂളിലാണ് വിദ്യാഭ്യാസം നടത്തിയത്. പിന്നെ 7 മുതൽ ഒരു കോളേജിൻ്റെ അടുത്ത് ഒരു PMG സ്കൂളുണ്ട്, അതിലായിരുന്നു 7 മുതൽ. പിന്നെ ഒരു കൊല്ലം കോളേജിലും. കോളേജ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോഴാണ് രസകരമായ കുറേ കാര്യങ്ങളുണ്ട്, ജോലി കിട്ടുന്ന അതിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അത് ഞാൻ എക്സാമിന് പോണ ദിവസമായിരുന്നു കോളേജിൽ. അതെ, ആ പോണ ദിവസം അവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഒരു ഭയങ്കര തിരക്ക് കണ്ടപ്പോൾ അവിടെ സൈക്കിൾ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയതാണ്. അപ്പോൾ അവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്തോ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കുറച്ച് ആൾക്കാരിന് ആവശ്യമുണ്ട്, ഉടനെ വേണ്ടതാണ്. അങ്ങനെ അവിടെ ഒരു സെലക്ഷനാണ്. അപ്പോൾ സെലക്ഷൻ ഓഫീസേഴ്സ് നോക്കുമ്പോൾ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ചോദിച്ചു, നീ എവിടേക്കാണ് പോകുന്നത് ചോദിച്ചപ്പോൾ ഞാൻ എക്സാമിന് പോവാണ്, തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എക്സാമൊക്കെ നമുക്ക് പിന്നെ എഴുതാം, നീ ജോലി വേണ്ട സമയത്ത് കിട്ടില്ല, അതുകൊണ്ട് നീ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സുൽത്താൻമോട്ട പോയി എൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് കൊടുത്തു. പിറ്റേ ദിവസം എന്നെ ട്രെയിനിങ്ങിന് തൃശ്ശനാപ്പള്ളിക്ക് അയച്ചു. അതെ, അങ്ങനെ ഞാൻ ഉടനെ പിറ്റേ ദിവസം ഈ എക്സാമൊക്കെ വിട്ടിട്ട് നേരെ ജോലിക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി പോയി തൃശ്ശനാപ്പള്ളി പോയി. അങ്ങനെ അവിടെ പോയി ട്രെയിനിങ്ങിന് കൂടി. അതാണ്ടായത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അവർ തന്നെയാണ്. പോസ്റ്റിങ് ഒറ്റപ്പാലത്ത്. അവിടെ പോസ്റ്റിങ് കിട്ടി. പോസ്റ്റ് ഓഫീസിലെ കാര്യമായിട്ട് എനിക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജോലികളെ സംബന്ധിച്ച് മുഴുവനും വിവരം കിട്ടാൻ എനിക്ക് അവസരം ഉണ്ടായില്ല അവിടെ. കാരണം എന്താ വെച്ചാൽ അവിടെ SB പറഞ്ഞിട്ടൊരു ബ്രാഞ്ചുണ്ട്, അതിൽ ഒരു വയസ്സായ ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് സഹായത്തിന് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഈ 2 കൊല്ലം എന്നെ വേറൊരു ബ്രാഞ്ചിലേക്ക് വിട്ടില്ല. ഞാൻ SB തന്നെ ഇരുന്നു. SB തന്നെ ഇരുന്നിട്ട് എനിക്ക് മറ്റു പണികളൊന്നും അറിഞ്ഞില്ല. ഈ SBയിൽ ഇവരെന്ത് ചെയ്താലും പോകാൻ സമ്മതിക്കില്ല. ഇവിടെ തന്നെ നീ എൻ്റെ കാലം കഴിഞ്ഞവിടെ ഇവിടെ ഇരിക്കുന്നതായി. അവർക്ക് റിട്ടയറിൻ്റെ സമയമായി, 2 കൊല്ലമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റു പണികളൊന്നും എനിക്കറിയില്ല. ഈ സ്റ്റേറ്റ് ഇതിൽ തന്നെ ഇരുന്നു, SB തന്നെ ഇരുന്നു. അത് മാത്രമേ ഉള്ളൂ. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. അത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ്റെ ജ്യേഷ്ഠൻ രാവുണ്ണി സുഖമില്ലാതെ മൂപ്പര് ഏതാണ്ട് കിടപ്പിലായി. അപ്പോൾ എന്നെ വരാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, എനിക്ക് കാര്യം പറയാനുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി. എന്താ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം നീ പറഞ്ഞു. എന്താ വേണ്ടത്? എനിക്ക് സാധിക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്തു തരാൻ പറഞ്ഞു. നിനക്ക് സാധിക്കുന്നതാണ് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഉദ്യോഗം വിട്ടിട്ട് രാജി വെച്ചിട്ട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അത് രാജി വെച്ചിട്ട് അങ്ങോട്ട് പോവുക ചെയ്തത്. പിന്നെ എൻ്റെ സെക്ഷനൊക്കെ അഗ്രികൾച്ചറൽ ഡിവിഷനിലായി. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് വന്നു. അതെ, ഇതെല്ലാം പിന്നെ ഞങ്ങൾ സഹായിച്ചുകൊണ്ട് കൂടേണ്ടി വന്നു അഗ്രികൾച്ചറിൽ. അങ്ങനെ ആ രാജ്യത്ത് പോയി പെട്ടു. വിദ്യാഭ്യാസം പോയി. അത് വിദ്യാഭ്യാസം ഈ ജോലിക്ക് വേണ്ടി വിദ്യാഭ്യാസം പോയി. ജോലിക്ക് ഈ മൂപ്പർക്ക് വേണ്ടി ഇതും കളയേണ്ടി വന്നു. പിന്നെ ഇത് കിട്ടിയത് 64-ലത്തെ മറ്റേ ആക്ട് വന്നിട്ട് ഭൂമിയൊക്കെയും പോയി, അതും പോയി. നല്ലൊരു പോസ്റ്റിൽ റിട്ടയർമെന്റ് അത് അതെ അതെ അല്ലേ.